ADGPക്കെതിരെയുള്ള നടപടി സ്ഥാനമാറ്റത്തിൽ ഒതുക്കിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു എന്നാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയെങ്കിലും മറ്റു നടപടികളില്ല. ബറ്റാലിയന്റെ ചുമതല മാത്രമാണ് ഇപ്പോൾ അജിത് കുമാറിനുള്ളത്. ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമിനെ ക്രമസമാധാന ചുമതലയുള്ള ADGPയായി മാറ്റി നിയമിക്കുകയും ചെയ്തു. അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് CP അടക്കം ആവശ്യം ഉന്നയിച്ചതിനാൽ ഇന്ന് നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കാനിരിക്കെയാണ് സർക്കാർ നടപടി ഒരു പ്രതിരോധം എന്ന നിലയിൽ ഉണ്ടായത്. അതേസമയം അജിത്തിനെതിരെ കർശന നടപടി എടുക്കാത്തതും മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖവുമെല്ലാം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. UDF പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് വരും ദിവസങ്ങളിൽ സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ പ്രതിപക്ഷം തീരുമാനിക്കും. റോഷിപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് PV അൻവർ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്തയിൽ സ്ഥാനചലന മാത്രം എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. അത് വലിയ മാറ്റമല്ല എന്ന് പ്രതിപക്ഷം കണക്കാക്കുന്നു. പക്ഷേ സഭയിൽ ഇന്ന് MR അജിത് കുമാർ ആയിരിക്കുമോ വിഷയമായി ഉന്നയിക്കുക, അതല്ല മലപ്പുറം പരാമർശമായിരിക്കുമോ വലിയ വിഷയമായിട്ട് ഉന്നയിക്കുക? മനസ്സിലാക്കുന്ന അനുസരിച്ച് മലപ്പുറം പരാമർശം കത്തിക്കയറാൻ സാധ്യതയുണ്ട് എന്നാണ്. അരുൺകുമാർ, നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുമ്പോൾ പ്രതിപക്ഷം സഭയിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് തന്നെയാണ് എത്തുക. മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയ്ക്കെതിരെയുള്ള പരാമർശമാണ്. ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം, ആ അഭിമുഖത്തിൽ വന്ന മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പരാമർശം, അത് സഭയിൽ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതിനൊപ്പം തന്നെയാണ് ഈ ഹിന്ദു പത്രത്തിന് ഈ അഭിമുഖത്തിലെ ഭാഗം, വിവാദ ഭാഗം ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകിയത് PR കമ്പനിയാണെന്ന ഹിന്ദു പത്രത്തിൻ്റെ വിശദീകരണം. ആ PR കമ്പനിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ അവിഹിത ഇടപാട്, ആർക്കു വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം സ്വാഭാവികമായും നിയമസഭയിൽ ഉന്നയിക്കും. ഇന്ന് ADGP MR അജിത് കുമാറിനെതിരെയുള്ള വിഷയങ്ങളല്ല ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ആയുധം. ഇന്ന് മലപ്പുറം ജില്ലയ്ക്കെതിരെ ഉയർന്ന ആ പരാമർശമാണ് അത് പ്രധാന ആയുധമാക്കി മുഖ്യമന്ത്രിക്ക് നേരെ വരിക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. വരും ദിവസങ്ങളിൽ ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, MR അജിത് കുമാറിനെ സംരക്ഷിച്ചത് മുഖ്യമന്ത്രിയാണെന്നടക്കം പ്രതിപക്ഷം സ്വാഭാവികമായും സഭയിലേക്ക് ഉന്നയിക്കും. സഭയ്ക്ക് പുറത്തേക്ക് വലിയ പ്രതിഷേധം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നാളെ നിയമസഭയ്ക്ക് UDYF പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധ മാർച്ചടക്കമുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ സഭയ്ക്കകത്ത് നാളത്തേക്ക് ഉള്ള ഒരു നിലമൊരുക്കൽ സ്വാഭാവികമായും ഉണ്ടാകും. ആ തരത്തിൽ സർക്കാരിനെതിരെയുള്ള കടുത്ത പ്രതിഷേധമുണ്ട്. അതിനൊപ്പം തന്നെ ഈ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ, അത് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളിലേക്ക് മാറ്റിയ വിഷയമുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ആ വിഷയമടക്കം ഇന്ന് പ്രതിപാദിക്കും. ഏതായാലും ഇന്ന് കടുത്ത രീതിയിലുള്ള പ്രതിഷേധം സർക്കാരിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകാനാണ് സാധ്യത. ഓക്കെ, പ്രതിപക്ഷം ഇന്ന് മലപ്പുറം പരാമർശം സഭയിൽ ആളിക്കത്തിക്കും എന്നാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ അടിയന്തര പ്രമേയത്തിനും ഇത് തന്നെയായിരിക്കാനാണ് വിഷയം. നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള നീക്കം പ്രതിപക്ഷം സഭയിൽ ശക്തിപ്പെടുത്തുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ സ്ഥാനത്ത് നിന്ന് മാറ്റിയതോടുകൂടി ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്ന നിലയിലായിരിക്കും പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ ഈ വിഷയം ഉന്നയിക്കുക. അതിനും അപ്പുറത്തേക്ക് റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി എന്ന നിലപാട് മുഖ്യമന്ത്രി എടുത്തേക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മലപ്പുറം പരാമർശം എങ്ങനെ സഭയിൽ മുഖ്യമന്ത്രി പ്രതിരോധിക്കും എന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം. തത്സമയ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി റിപ്പോർട്ടർ TVയിൽ പ്രേക്ഷകർ തുടരുക. നമ്മൾ നിയമസഭയുടെ തത്സമയ സംപ്രേഷണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അണമുറിയാതെ തന്നെ നിയമസഭയിലെ ഇന്നത്തെ നാടകീയമായ രംഗങ്ങൾ, നമ്മൾ ഒരുപാട് സംഘർഷം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഭൗതികമായ സംഘർഷമല്ല, ആശയപരമായ സംഘർഷം. പ്രതിപക്ഷ നേതാവ് മലപ്പുറം പരാമർശം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ എഴുന്നേറ്റുന്നതിന് മറുപടി പറയും. നമുക്ക് ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ കൂടുതൽ വിശദീകരണം വരും. PR ഏജൻസിയെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.